രചന കൃഷ്ണഗാഥ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. സോറി അനന്തൻ, റിസൾട്ട് നെഗറ്റീവാണ്. മുന്നിലെ കസേരയിലായിരിക്കുന്ന അനന്തന്റെ മുഖത്തേക്ക് നോക്കി ഡോക്ടർ പറഞ്ഞതും അവന്റെ മുഖത്ത് നേരിയൊരു നിരാശ പ്രകടമായി. താനും കൂടെ ഇങ്ങനെ ഡെസ്പാവല്ലേ? നിങ്ങൾക്ക് വലിയ പ്രായമൊന്നുമില്ലല്ലോ, വൈകാതെ എല്ലാം ഓക്കെ ആവിടും. അവന് നോക്കിയൊരു ചിരിയോട് ഡോക്ടർ പറഞ്ഞതും അവനതിനൊന്ന് പുഞ്ചിരിച്ചു. ദക്ഷ അവനൊരു സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ദക്ഷാകത്തുണ്ട്. ഒത്തിരി പ്രതീക്ഷയോടെയല്ലേ വന്ന്. റിസൾട്ട് അറിഞ്ഞപ്പോൾ ആളും ആകെ ഡൗൺ ആയി. താനെന്തായാലും അകത്തേക്ക് ചെന്നു. ഡോക്ടർ പറഞ്ഞു. അനന്തൻ അകത്തേക്ക് കയറി. ബെഡിലായി നിറഞ്ഞ കണ്ണുകളോടെ മറ്റെങ്ങോ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നവളെ കണ്ടതും അവൻ മുഖത്തൊരു ചിരിയും വരുത്തി അവളുടെ അടുത്തേക്ക് നടന്നു. ദച്ചൂസേ, അവനൊരു കുറുമ്പോടെ വിളിച്ചതും ദക്ഷ തന്റെ കണ്ണുകളൊന്ന് അമർത്തി തുടച്ച് അനന്തന്റെ മുഖത്തേക്ക് നോക്കി. എന്താണ് ഈ മുഖത്തേക്ക് ഒരു വാട്ടം പോലെ? അവനോട് അരികിലായി വന്നിരുന്നു. ഒന്നുമില്ല അനന്തേട്ടാ, ഞാനിങ്ങനെ ഓരോന്ന് ഓർത്തപ്പോ ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ ദച്ചു, ഇപ്പൊ നമ്മുടെ ഇടയിൽ ആരും വേണ്ടെന്ന്. ഇയാളെ പ്രേമിച്ചെനിക്ക് മതിയായില്ലടോ. അവളുടെ കയ്യിൽ തന്റെ കൈ കോർത്ത് പിടിച്ചവൻ പറഞ്ഞതും അവൾ അവന്റെ തോളിലായി ചാരി. നമുക്ക് വീട്ടിലോട്ട് പോകണ്ടേ? അവൾ ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. അനന്തന്റെ സംസാരം കേട്ടതും ദക്ഷ തലയുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. അനന്തേട്ടന് ശരിക്കും എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ? അവളുടെ ചോദ്യം കേട്ടതും അവന്റെ മുഖത്ത് സംശയം തെളിയിച്ചു. എന്തിന്? അത് പിന്നെ ഒരു കുഞ്ഞിനെ തരാൻ പോലും. അവൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുന്നേ അവളുടെ കൈകളിലേക്ക് അമർത്തി പിടിച്ചു അനന്തൻ. ദച്ചു, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് വെറും 4 വർഷം കഴിഞ്ഞേ ഉള്ളൂ. 8-10 വർഷം കഴിഞ്ഞ് കുട്ടികളുണ്ടാകുന്ന എത്രയോ ആളുകളുണ്ട്. നമുക്കാണെങ്കിൽ അധികം പ്രായമായില്ലല്ലോ, പിന്നെ എന്തിനാ ഈ തിടുക്കം? പക്ഷെ അമ്മയൊക്കെ നമ്മുടെ കുഞ്ഞ് എപ്പോൾ വരണം എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമോ? അതിന് നീ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങാൻ നിൽക്കണ്ട. അവനൽപ്പം ഗൗരവത്തിൽ പറഞ്ഞതും അവൾക്കതിന് തലയാട്ടാനേ കഴിഞ്ഞുള്ളൂ. ആ വാടിയ മുഖം കണ്ടതും അവനൊന്നുകൂടെ അവളോട് ചേർന്നിരുന്നു. ഇങ്ങനെ തിടുക്കം കാട്ടാതടി, കുറച്ചുകൂടെ കഴിയട്ടെ. നിനക്ക് എത്ര പിള്ളേരെ വേണമെങ്കിലും ഞാൻ തരാം. അന്ന് നീ അയ്യോ അനന്തേട്ടാ എനിക്ക് ഇനിയും കുട്ടികൾ വേണ്ടായി എന്നും പറഞ്ഞ് കരയരുത്. അവളുടെ ഇടുപ്പിലായി നുള്ളി അവൻ പറഞ്ഞതും അവളുടെ കവിളുകൾ നാണത്താൽ ചുവന്നു. അയ്യേ വാഷ വന്നു അനന്തേട്ടന് ഇപ്പൊ ഒരു നാണം ഇല്ലാണ്ടായി. പിന്നെ ഇതിനൊക്കെ നാണിക്കേണ്ട കാര്യമുണ്ടോ? ഈ നാണമൊക്കെ മാറ്റി വെച്ച് വേണം നമുക്ക് നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ. അതിനവൾ അവനെ നോക്കിയെന്ന് കണ്ണുരുട്ടി. ഇനി നമ്മളിവിടെ ഇരുന്നാലേ ലേറ്റാവും. വൈകി നമുക്ക് വീട്ടിൽ പോവാം. അതും പറഞ്ഞവൾ അവനെയും കൂട്ടി പുറത്തേക്ക് നടന്നു. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ രണ്ടുപേരുടെയും ചുണ്ടിൽ നേരിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അത്രമാത്രം സ്നേഹം കൊണ്ട് ചേർത്ത് നിർത്തുന്നവരൊപ്പമുണ്ടെങ്കിൽ ഏതൊരു ദുഃഖവും മാഞ്ഞു പോകുമെന്ന് പറയുന്ന വെറുതെയല്ലെന്ന് തോന്നി ദക്ഷയ്ക്ക്. തറവാട് മുറ്റത്തിന്റെ ഒരറ്റത്ത് വലിയ തടി കഷ്ണങ്ങളും മുളകളും നിരത്തിയിട്ടിരിക്കുന്നു. പന്തൽ പണിക്കാർ ആവേശത്തോടെ കയറുകൾ മുറുക്കുന്നു. ഇടയ്ക്കിടെ കേൾക്കുന്ന തടികളുടെ കൂട്ടിയിടി ശബ്ദവും പണിക്കാർ തമ്മിലുള്ള ഉച്ചത്തിലുള്ള വിളിച്ചു പറയലുകളും അന്തരീക്ഷത്തെ സജീവമാക്കുന്നുണ്ട്. മനോജേട്ടാ, ആ കയറിങ്ങെടുത്തേ. മാവിന്റെ മുകളിൽ നിന്നും ലാലു ഉച്ചത്തിൽ പറഞ്ഞു. മനോജ് ഒരു മടിയോടെ അടുത്ത് നിൽക്കുന്ന കുഞ്ഞുണ്ണിയുടെ മുഖത്തേക്ക് നോക്കി. എടാ കയറെടുത്ത് കൊടുത്തേ, ഞാൻ ഈ ഗെയിം ഒന്ന് കളിച്ചു തീർക്കട്ടെ. തന്റെ കയ്യിലെ മൊബൈൽ ഫ്രീ ഫയർ കളിച്ചുകൊണ്ടിരിക്കുന്ന മനോജ് പറഞ്ഞു. കുഞ്ഞുണ്ണി അത് മൈൻഡ് ചെയ്യാതെ തന്റെ കയ്യിലുള്ള ചിപ്സ് എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇത് കണ്ടു ലാലു തന്റെ പല്ലുകളൊന്ന് അമർത്തി ഞെരിച്ചു. ഈ തിണ്ടികളെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലല്ലോ ദൈവമേ. അവൻ തന്റെ തലയിൽ കൈവച്ച് ആത്മകഥം പറഞ്ഞ നിമിഷം തന്നെ അനന്തന്റെ വണ്ടി തറവാടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറി വന്നു. മൊബൈലിൽ തലപൊഴുത്തിയിരിക്കുന്ന മനോജും ചിപ്സ് ഉറിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുണ്ണിയും വണ്ടിയുടെ ശബ്ദം കേട്ടപാടെ ചാടി എഴുന്നേറ്റു. മനോജ് വേഗം ഫോൺ പാനിന്റെ പോക്കറ്റിലേക്ക് തിരികെ. ഒന്നും അറിയാത്തവനെ പോലെ തടി കഷ്ണങ്ങൾക്കിടയിൽ എന്തോ തിരയാനായി തുടങ്ങി. കുഞ്ഞുണ്ണി വെപ്രാളപ്പെട്ട് കയ്യിലിരുന്ന ചിപ്സ് പാക്കറ്റ് താഴേക്ക് ഇട്ടു. ശേഷം വേഗത്തിൽ സൈഡിലായി വെച്ച കയറെടുത്ത് ലാലുവിന് നേരെ എറിഞ്ഞു. ലാലുവിന്റെ കയറ് ഞാൻ തപ്പിട്ടില്ല, അദ്ദേഹത്തിനും താമസിച്ച്. കുഞ്ഞുണ്ണിയുടെ വിക്കൽ കേട്ട് ലാലു ഒന്ന് പുച്ഛിച്ചു. നീ എന്താണ് തിരയുന്നേ? കാറിൽ നിറങ്ങി ദക്ഷയുടെ കയ്യിലെ കവറും വാങ്ങി അകത്തേക്ക് കയറാൻ പോകുന്നതിന് മുന്നേ അനന്തൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. മനോജ് ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. ഒന്നുമില്ല അനന്തേട്ടാ, എന്റെ താക്കോലി ഇവിടെ കളഞ്ഞുപോയി, ഞാനത് നോക്കിയതാ. അവന്റെ പരിങ്ങൾ കണ്ടതും ദക്ഷ തന്റെ ചിരി അടക്കി പിടിച്ചു. അതേസമയം അവനെ നോക്കിയെന്ന് അമർത്തി മൂളി അനന്തൻ. ശിവദൂരത്തിയില്ലേ? അനന്തന്റെ ചോദ്യം കേട്ടതും മനോജ് ലാലുവിന്റെ മുഖത്തേക്ക് നോക്കി. അവൻ നീനുവിനെ കൂട്ടാൻ പോയതാ, അരമണിക്കൂറിൽ എത്തും. മാവിന്റെ മുകളിൽ നിന്ന് ലാലു ഉറക്കെ പറഞ്ഞു. ഒരു പണിയും ചെയ്യാത്ത ഇതിനൊക്കെ നീയല്ലാണ്ട് ആരെങ്കിലും പണിക്ക് വിളിക്കുവാനെന്താ? ഒമ്പലത്തേക്ക് കയറി അനന്തനെ നോക്കി വകയിലൊരു അമ്മാവൻ ചോദിച്ചു. അവനൊന്ന് പുഞ്ചിരിച്ചു. പണിയൊക്കെ അവൻ ചെയ്തോളാം അമ്മാവ, നമ്മൾ കൂടെ നിന്നാലേ അവർക്കൊരു ആവേശം ഉണ്ടാവും. അവനങ്ങനെ പറഞ്ഞു. അയാൾ ഒന്നും ഇടാതെ തന്റെ പത്രം വായന തുടർന്നു. റൂമിലെത്തിയ പാടെ ദക്ഷ വേഗം ഫ്രഷായി ഇറങ്ങി. ഏട്ടാ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ? ദച്ചു, അടുക്കളയിൽ പലതരത്തിലുള്ള സംസാരം ഉണ്ടാവും. അതിനൊക്കെ കണ്ണു നിറച്ചിരിക്കാനാണ് ഭാവെങ്കിൽ അതിന് നേരം കാണും. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും അതിനുള്ള ഉത്തരം അങ്ങോട്ട് കൊടുത്തേക്കണം, കേട്ടല്ലോ. അവന്റെ സംസാരം കേട്ടതും ഉള്ളിലൊരു നേരിയ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊന്ന് മുഖത്ത് കാട്ടാവും തലയാട്ടിയ ശേഷം പുറത്തേക്ക് നടന്നു ദക്ഷ. അടുക്കളയിലേക്ക് കയറിയതും അവിടെ വർക്കിലും പൊരിക്കലൊക്കെ ആയിട്ട് വലിയൊരു സംഘം തന്നെയുണ്ട്.
അനന്തന്റെ അമ്മ ഭാർഗവി കൂടെയുള്ള സ്ത്രീകളോട് ഓരോന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്റെ ജോലി ചെയ്യുകയാണ്. അല്പം കണിച്ചക്കാരിയും അതിലേറെ നാവുമുള്ള കൂട്ടത്തിലാണ് കക്ഷി. അടുക്കളയിൽ അല്പക്കാരായ ശാന്തയും ജലജയും ജാനുവും കൂടെയുണ്ട്. ഓരോ പണികളായി മുഴുകിയിരിക്കുകയാണ്. ദക്ഷ അകത്തേക്ക് എറിയതുകൊണ്ടും ഭാർഗവി തന്റെ കയ്യിലിരുന്ന ചട്ടുകം ചീനച്ചട്ടിലും തട്ടി ശബ്ദമുണ്ടാക്കി. എന്തായി കൊച്ചേ, ഹോസ്പിറ്റലിൽ പോയിട്ട് വല്ല ഗുണമുണ്ടോ? അതോ ഇത്തവണയും പഴയ പല്ലവി തന്നെയാണോ? ഭാർഗവിയുടെ ചോദ്യം കേട്ടതും അടുക്കളയിലെ സകല സംസാരവും നിലച്ചു. എല്ലാവരുടെയും കണ്ണുകൾ വാതിൽപ്പടിക്കലിൽ നിന്ന് അകത്തേക്ക് കയറി വരുന്നവരുടെ മുഖത്തേക്കായി. ആ ചോദ്യം കേട്ടത് അവളൊന്ന് പതറി. കൈകൾ അറിയാതെ സാരിത്തുമ്പിൽ മുറുകി. അതമ്മേ, ഡോക്ടർ പറഞ്ഞ്... അവൾ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ ശാന്ത ഇടയിൽ കയറി. എന്റെ ചേച്ചി, ഇത് എത്ര കാലമായി ഈ സ്ഥിരം പല്ലവി തന്നെ. ആനന്ദന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാർക്കൊക്കെ ഇപ്പൊ സ്കൂളിൽ പോവാറായ പിള്ളേരുണ്ട്. പാരമ്പര്യമായിട്ട് ഈ തറവാട്ടിൽ ആർക്കും ഇങ്ങനെ ഒരു ഗതികേട് വന്നിട്ടില്ലാത്തതാ. ശാന്തയുടെ വാക്കുകൾ ദക്ഷയെ ശ്വാസം മുട്ടിച്ചു. ചുറ്റും നിൽക്കുന്നവരുടെ നോട്ടം ഒരു വിചാരണ നേരിടുന്ന കുറ്റവാളിയെപ്പോലെ അവളെ തളർത്തി. അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് ഭാർഗവി തന്റെ മുന്നിലെ ചട്ടിയിൽ നിന്നും ചൂടുള്ള ഏത്തക്ക ചിപ്സ് എടുത്ത് അടുത്തുള്ള കൊട്ടയിലായിട്ടു. കുഞ്ഞുങ്ങൾ ഉണ്ടാവാനൊരു ഭാഗ്യം വേണം, അതില്ലാത്തവരോട് എന്ത് പറയാനാ? ജലജ പറഞ്ഞു. ജലജയുടെ വാക്കുകൾക്ക് ജാനു മറുപടി നൽകി. ശരിയാ, അതൊരു ദൈവാനുഗ്രഹ. സത്യം പറഞ്ഞാൽ ജാതകല്ല, ഈ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം കല്യാണം കഴിക്കാൻ. അതെ അതെ, പാവം ചേച്ചിക്ക് ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യമില്ലാണ്ട് പോയല്ലോ. അവരങ്ങനെ കിട്ടിയ അവസരത്തിൽ ഭാർഗവി ഏരിയേറ്റാൻ തീരുമാനിച്ചു. ആ സമയം എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ തളരാതെ ദക്ഷ അവരുടെ മുഖത്തേക്ക് നോക്കി. ജലേശി പറയുന്നത് ശരിയാ, ഒരു കുഞ്ഞുണ്ടാവുന്ന ഭാഗ്യം തന്നെയാ. പക്ഷേ ഒരു പെണ്ണെന്നാൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള വെറും യന്ത്രം മാത്രമാണെന്ന് ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ അറിവില്ലായ്മയോട് എനിക്ക് സഹതാപമുണ്ട്. ദക്ഷയുടെ സംസാരം കേട്ട് അടുക്കളയിൽ വീണ് നിശബ്ദത പടർന്നു. ഭാർഗവി ചട്ടുകം പാത്രത്തിൽ മുട്ടിച്ച് അവളെ ഒന്ന് തുറിച്ചു നോക്കി. പിന്നെ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞല്ലോ. ഇവിടെ എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏത് പ്രതിസന്ധിയിൽ എന്നെ വിടാതെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭർത്താവിന്റെ രൂപത്തില്ല. അത് കിട്ടാത്ത എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റും, അല്ലേ? ജലജയുടെ മുഖമൊന്ന് വിളറി. അവളുടെ ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ നാട്ടിൽ പാട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ നോക്കി വേണം കല്യാണം കഴിക്കാനെന്നാണല്ലോ ജാനു എടുത്തിട്ട് വാദം. ഒരു കണക്കിന് ശരിയാ. അങ്ങനെ നോക്കി തുടങ്ങിയാൽ പിന്നെ ആണിന്റെ കുഴപ്പമാണെങ്കിൽ കെട്ടിക്കയറി വരുന്ന പെണ്ണാ പഴികൾക്കുണ്ടല്ലോ. പിന്നെ എന്റെ കല്യാണം നടന്ന ജാതകം നോക്കിയോ പാരമ്പര്യം നോക്കിയല്ല, ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമായതുകൊണ്ടാണ്. ഈ തറവാട്ടിൽ ആർക്കും ഇഷ്ടമില്ലാത്ത ഗതികേട് എനിക്കുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അത് സത്യം തന്നെയാ. സ്നേഹിക്കാൻ അറിയാത്ത മറ്റുള്ളവരുടെ വിഷമത്തിൽ സന്തോഷം കണ്ടെന്ന് നിങ്ങളെപ്പോലുള്ളവരുടെ ഇടയിൽ കഴിയേണ്ടി വരുന്നല്ലേ ശരിക്കുള്ള ഗതികേട്. അവസാന വാചകം അവൾ ഭാർഗവിയുടെ കണ്ണുകളിൽ നോക്കിയാണ് പറഞ്ഞത്. നീ എന്തൊക്കെയാടി ഈ വിളിച്ചു പോകുന്നേ? ഭാർഗവി തന്റെ ശബ്ദം ഉയർത്തിയതും ദക്ഷയൊന്ന് പുഞ്ചിരിച്ചു. ഞങ്ങൾക്ക് എപ്പോൾ കുഞ്ഞു വേണമെന്നുള്ളത് ഞങ്ങളുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ അത് അറിഞ്ഞേ തീരുമെങ്കിൽ ഞാൻ അനന്തേട്ടനെ വിളിക്കാം. അത്രയും പറഞ്ഞ് അവൾ പുറത്തേക്ക് നടക്കാനിറങ്ങിയതും. പെണ്ണിന്റെ നാവ് കണ്ടില്ലേ ചേച്ചി, ഇത് നിങ്ങളുടെ പിടിപ്പേടെന്ന് ഞാൻ പറയൂ. എന്റെ വീട്ടിലുണ്ടായിരുന്ന ഇതുപോലെ എണ്ണം. എന്റെ മോനെ കുഞ്ഞിനെ കൊടുക്കാൻ പോലും കഴിവില്ലാത്ത ഒന്ന്. അവസാനം ഞാൻ തന്നെ അവളെ പിടിച്ചു പുറത്താക്കി. ഇങ്ങനെ ആ സ്ത്രീകരം വീട്ടിലില്ലാത്ത തന്നെയാ നല്ലത്. ശാന്തയുടെ ആ വാക്കുകൾ ദക്ഷയുടെ കണ്ണുകൾ നിറച്ചു. ആ ചരിത്രം ഞാനിവിടെ പറയണോ ശാന്തേച്ചി? അകത്തേക്ക് കയറിയെന്ന് അനന്തന്റെ സംസാരം കേട്ടതും ശാന്തയുടെ മുഖമൊന്ന് വിളറി. ഭാർഗവി പെട്ടെന്ന് പണി നിർത്തി അനന്തനെ നോക്കി. അനന്ത, നീ എന്തിനാ ഈ പെണ്ണുങ്ങൾക്കിടയിൽ വന്ന് സംസാരിക്കുന്നേ? ഇതിപ്പോ വനിതാ കമ്മീഷന്റെ അടുത്ത മീറ്റിംഗിലേക്കുള്ള അധ്യക്ഷ പ്രസംഗം തയ്യാറാക്കലല്ലോ ഇവിടെ നടക്കുന്നേ. എന്റെ പെണ്ണിന്റെ കുറ്റവും കുറവും കണ്ടെത്തലല്ലേ, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ അവകാശമുണ്ട്. അനന്തൻ ഭാർഗവിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ ശേഷം ശാന്തയ്ക്ക് നേരെ തിരിഞ്ഞു. അവന്റെ നോട്ടത്തിലെ കടുപ്പം കണ്ടതും അതുവരെ പതറാതിരുന്ന ശാന്തയൊന്നും പതറി. ശാന്തേച്ചി പറഞ്ഞല്ലോ, കുഞ്ഞിനെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ആ കൊച്ചിനെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന്. പക്ഷെ സത്യം അതല്ലല്ലോ. ആ ചോദ്യം കേട്ടതും അവർ തന്റെ തലയും കുമ്പിട്ട് അങ്ങനെ നിന്നു. പണ്ട് നാട്ടുകാരുടെ മുമ്പിൽ അടിച്ചുണ്ടാക്കിയ ആ കപടമാനിത അനന്തന്റെ ഒരൊറ്റ ചോദ്യത്തിൽ തകർന്നു വീണു. മോന്റെ ചരിത്രം മറച്ചു വെച്ച് ആ കൊച്ചിനെ മോശക്കാരിയാക്കി അവനെ വെള്ളപൂശാൻ നാണാവുന്നില്ലേ നിങ്ങൾക്ക്? ആനന്ദൻ ദക്ഷയുടെ തോളിലൂടെ കൈ ചേർത്ത് അവളെ തന്നെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. ശേഷം ഭാർഗവിയുടെ മുഖത്തേക്ക് നോക്കി. പുറത്തു നിന്നുള്ളവർ വന്ന് എന്റെ പെണ്ണിനെ സങ്കടപ്പെടുത്തുമ്പോ അത് കേട്ട് രസിച്ചിരിക്കുന്ന അമ്മയ്ക്ക് സന്തോഷമാണെങ്കിൽ ആയിക്കോളൂ. പക്ഷെ ആ നാവുകൾ എന്റെയും എന്റെ ഭാര്യയുടെയും സ്വകാര്യതയിലേക്ക് നീണ്ട ഇങ്ങനെയല്ല ഞാൻ പ്രതികരിക്കുക. ദച്ചുവിന് എപ്പോ കുഞ്ഞുണ്ടാവണം എന്നുള്ള ഞങ്ങളുടെ തീരുമാനം. അതിലാരും അഭിപ്രായം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, കേട്ടല്ലോ. അല്പം കടുപ്പത്തിൽ അത്രയും പറഞ്ഞവൻ അവളെയും കൂടി പുറത്തേക്ക് നടന്നു. അവരുടെ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങിയതും ശാന്ത ഭാർഗവിയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ പോവാ ചേച്ചി, ഇങ്ങനെ അപമാനിക്കാനാണെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിക്കേണ്ടിയിരുന്നില്ല. സങ്കടത്തോടെ അത്രയും പറഞ്ഞ് പുറത്തേക്ക് നടക്കുന്നവരെ കണ്ടതും ഭാർഗവിയുടെ മുഖത്ത് ദക്ഷയോടുള്ള വെറുപ്പ് നിറഞ്ഞു. എന്നാലും എന്ത് തറയണമന്ത്രം പറഞ്ഞിട്ടാണ് എന്തോ ആ ചെക്കനെ അവൾ ആ സാരി തുമ്പി കെട്ടിയത്. ശരിയാ, ചേച്ചി ഒന്ന് പേടിക്കുന്നത് നല്ലതാ. വൈകാതെ അവൾ ഈ കുടുംബം രണ്ടാക്കും. അടുക്കളയിലെ സംസാരം അവരെ കൂടുതൽ ചൊടിപ്പിച്ചു. അവരൊന്നും മിണ്ടാതെ അവിടുന്ന് ലച്ചുവിന്റെ റൂമിലേക്ക് നടന്നു. ഇത് കണ്ടതും ആഗ്രഹിച്ചത് എന്തോ നടക്കാൻ പോകുന്ന സന്തോഷത്തിൽ പരസ്പരം നോക്കി ജലജയും ജാനുവും.
ആനന്ദന്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറിയപ്പോഴും ദച്ചുവിന്റെ മനസ്സ് തണുത്തിരുന്നില്ല. ബെഡിനടുത്തേക്ക് നടന്നവളുടെ കണ്ണ് ആ ബെഡിലായി കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിലേക്ക് നീണ്ടു. ആ കാഴ്ച കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി. അവൾ വേഗത്തിൽ കട്ടിലേക്കിരുന്ന് കുഞ്ഞിന്റെ മുടിയിലായി തഴുകി നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ആ സമയം തന്നെ ഒന്ന് ചിണുങ്ങിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ഒട്ടിക്കിടന്ന കുഞ്ഞിപ്പെണ്ണ്. നിന്നോട് ഈ കാര്യം പറയാനാ ഞാൻ അടുക്കളയിലേക്ക് വന്നു. അപ്പോഴല്ലേ അവിടുത്തെ വിചാരണ ഉണ്ട്. അവനതും പറഞ്ഞുകൊണ്ട് ബെഡിലേക്കായിരുന്നു. ശിവയും നീനും കൂടെ ഒരു അത്യാവശ്യത്തിന് പുറത്തേക്ക് പോയതാ. വരാനെന്തായാലും ലേറ്റാവും. കുഞ്ഞിന് രാത്രി കൊടുക്കാൻ ഓടിച്ചിരിപ്പില്ലേ അവിടെ? അതിനവൾ തലയാട്ടി. അന്നേരം പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രോബെറി വാങ്ങിക്കും, കുഞ്ഞിനെ വലിയ ഇഷ്ടം. ബെഡിലായി കിടക്കുന്ന കുഞ്ഞിന്റെ കവിളിൽ തലോടി അത്രമേൽ ആളനെയോടെ പറയുന്നവളെ കണ്ടതും ആനന്ദൻ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു കുഞ്ഞിന് വേണ്ടി അത്രമേൽ കൊതിക്കുന്ന ഒരു ഉള്ളമുണ്ട് അവൾക്ക്. പക്ഷെ ആ പ്രാർത്ഥന മാത്രം ദൈവം എന്തേ കേൾക്കാഞ്ഞ്. അവൻ വേഗത്തിൽ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കി തന്നെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. നല്ലോണം വയ്ക്കുക, ഇവളോട് നിർത്താനാ പറഞ്ഞു. തുമ്പിക്ക് പിന്നെ തന്നെ കിട്ടിയ വേറെ ആരെയും വേണ്ടല്ലോ. അവന്റെ സംസാരം കേട്ടതും അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ശിവയുടെയും നീനുവിന്റെയും മകളാണ് 4 വയസ്സുകാരി തുമ്പി. സ്വന്തം അച്ഛനമ്മമാരെക്കാൾ തുമ്പിക്ക് പ്രിയം അവളുടെ ദശുമ്മയാണ്. ആനന്ദനും ദക്ഷക്കും കുട്ടികളില്ലാത്തതിന്റെ സങ്കടം ശിവക്ക് നന്നായിട്ട് അറിയാം. ഇടക്കൊക്കെ അവൻ തുമ്പിയെ ദശുവിനെ ഏൽപ്പിക്കാറുണ്ട്. മറ്റാരെക്കാൾ നന്നായി ദശു കുഞ്ഞിനെ നോക്കുമെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം. തുമ്പി ചോദിക്കുന്നത് എന്നും സാധിച്ചു കൊടുക്കുന്ന അവളെ ജീവശ്വാസം പോലെ സ്നേഹിക്കുന്ന ദശുമയെ പിരിഞ്ഞിൽക്കാൻ ആ കുഞ്ഞിപ്പിടിനും കഴിയില്ല. 2 ദിവസത്തിൽ കൂടുതൽ ദക്ഷയെ കാണാതിരുന്നാൽ തുമ്പി വാശി പിടിക്കാൻ തുടങ്ങും. അച്ഛനും അമ്മയും എവിടെ പോകാനൊരുങ്ങിയാലും അവൾക്ക് ദശുമ്മയുടെ അടുത്തേക്ക് പോയാൽ മതി. ഇന്ന് നീനുവും ശിവയും പുറത്തു പോയപ്പോൾ തുമ്പിയെ തറവാട്ടിൽ ഏൽപ്പിച്ച് മനഃപൂർവ്വമാണ്. എത്ര നേരത്തെ തിരിച്ചെത്തിയാലും ഇന്ന് തുമ്പി അവിടെ നിന്നോട്ടെ എന്ന് നീനുവിന്റെ തീരുമാനമാണ്. നീനുവിന് ദക്ഷ സ്വന്തം ചേച്ചിയെ പോലെയാണ്. തിരിച്ചു അങ്ങനെ തന്നെ. ദക്ഷ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി വന്നാണെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ സങ്കടം മാറ്റാനും വീടിനുള്ളിൽ ഒരു സന്തോഷം നിറയ്ക്കാനുമാണ് ശിവ കുഞ്ഞിനെ അങ്ങോട്ടേക്ക് അയച്ചത്. ഞാനൊന്ന് പുറത്തോട്ടില്ലട്ടെ, അവിടെ ഉറക്കം നോയിങ്കോ ഒക്കെ പോയിട്ട് വേണം എല്ലാത്തിനെയും ഒന്ന് എഴുന്നേൽപ്പിക്കാൻ. അതും പറഞ്ഞാൽ തന്റെ മുണ്ടും മടക്കി കുത്തി പുറത്തേക്ക് നടന്നു. അവൻ പോയതും ദച്ചു വാതിൽ ചാരി കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് ബെഡിലായി കിടന്നു. ഭാർഗവി റൂമിലേക്ക് കയറിയതും ബെഡിലായി കിടന്ന് ഫോണിൽ കളിക്കുന്ന ലച്ചുവിനെയാണ് കണ്ടത്. വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു വാതിൽക്കിലേക്ക് നോക്കി. മുഖം വീർപ്പിച്ച് അകത്തേക്ക് കയറി വരുന്ന അമ്മയെ കണ്ടതും അവൾ തന്റെ ഫോൺ മാറ്റിവെച്ച് അവരുടെ മുഖത്തേക്ക് നോക്കി. എന്തു പറ്റി അമ്മേ, മുഖം ഒരു കൊട്ടയ്ക്കുണ്ടല്ലോ? അവൾ പറഞ്ഞു. ഭാർഗവി അടുത്തുള്ള കസേരയിൽ ഇരുന്നു. ശേഷം അടുക്കളയിൽ നടന്ന സംഭവവികാസങ്ങളൊക്കെ അവളെ പറഞ്ഞു കേൾപ്പിച്ചു. ദക്ഷയുടെ മറുപടിയും ആനന്ദന്റെ ഇടപെടലുമൊക്കെ പറഞ്ഞു തീർത്തപ്പോൾ ഭാർഗവിയുടെ ഉള്ളിൽ ദേഷ്യം വീണ്ടും ഇരട്ടിച്ചിരുന്നു. എന്നാലും അനന്തൻ ഇങ്ങനെ ഒരു പെങ്കോന്തനായി പോയല്ലോ മോളെ. സ്വന്തം അമ്മയേക്കാൾ വലുത് അവനാ പെണ്ണാ. ഭാർഗവി ആവലാതിപ്പെട്ട ലച്ചൊന്ന് പൂച്ചി ചിരിച്ചു. എന്റെ പൊന്നമ്മേ, അമ്മ എന്തിനാ ഈ കാര്യം പറഞ്ഞ് അവളിങ്ങനെ കുത്താൻ നിൽക്കുന്നത്? ഏട്ടന് കുട്ടികളില്ലാത്ത നല്ലതെന്നാ കാർത്തിയേട്ടൻ പറഞ്ഞ്. അവളുടെ വാക്കിൽ കേട്ടത് അവരെന്ന് അമ്പരന്ന്. അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നേ? ലച്ചു എഴുന്നേറ്റ് അമ്മയുടെ അരികിൽ വന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ ഗൂഢമായൊരു തിളക്കമുണ്ടായിരുന്നു. അമ്മയൊന്ന് ബുദ്ധിപൂർവ്വം ആലോചിക്ക്. 6 കുട്ടികളില്ലെങ്കിൽ പിന്നെ ഈ തറവാടും സ്വത്തൊക്കെ ആരുടെ പേരിലായിരിക്കും? നമുക്കില്ല അതിന്റെ അവകാശം. എനിക്കും കാർത്തികേട്ടനും കല്യാണം കഴിഞ്ഞാൽ ഉടനെ കുട്ടികളുണ്ടാവുമല്ലോ. അപ്പൊ ഈ കാണുന്നൊക്കെ ഞങ്ങളുടെ കുഞ്ഞിനുള്ളതാവില്ലേ? അവൾ പറയുന്ന കേട്ടതും അതിൽ കാര്യമുണ്ടെന്ന് തോന്നി ഭാർഗവിക്കും. അതൊക്കെ ശരിയാ, പക്ഷെ ആ പെണ്ണിനെ ആകെ കുത്താൻ പറ്റുന്ന ഒരേ ഒരു ആയുധം ഇതല്ലേ? അത് വേണ്ടെന്ന് വെക്കണം. അമ്മ ഇങ്ങനെ മണ്ടത്തരം കാണിക്കല്ലേ? ലച്ചു ഒന്നുകൂടെ അവരുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. ശേഷം പതുക്കെ പറയാൻ തുടങ്ങി. അമ്മ ഇങ്ങനെ പറയുന്ന കേട്ട് സഹിയിട്ട് നാളെ വരെ പോയി ഏതെങ്കിലും കുഞ്ഞിനെ ദത്തെടുത്താലോ? അത് മാത്രമല്ല, ആ ശിവയുടെ പെണ്ണ് ഏത് നേരം എവിടെയാ? ഏടത്തേക്ക് അതിനുള്ള സ്നേഹം കണ്ടില്ലേ? ഇനി അതിനോട് സ്നേഹമൂത്ത് വല്ല അതിന്റെ പേരിൽ എഴുതി വെക്കുന്ന ടെൻഷനിലാണ് ഞാനിപ്പോ. അതുകൊണ്ട് അമ്മ മണ്ടത്തിലൊന്നും കാണിക്കരുത്. ഏട്ടന് കുട്ടികളില്ലാതിരിക്കുന്നത് നമ്മുടെ ഭാവിക്ക് നല്ലത്. ഏട്ടൻ പെങ്കോന്തനെ അവരുടെ കൂടെ ഇങ്ങനെ നടന്നോളും. അവസാനം എല്ലാം നമ്മുടെ കൈവെള്ളയിൽ വരും. ലച്ചുവിന്റെ വാക്കുകളിലെ ലാഭനഷ്ടങ്ങൾ അവർക്ക് പെട്ടെന്ന് ബോധ്യപ്പെട്ടു. നീ പറഞ്ഞ് ശരിയാ മോളെ. വെറുതെ എന്തിനാ അവർക്കൊരു കുഞ്ഞു വേണമെന്ന വാശി നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇനി ഞാൻ ഈ വിഷയം മിണ്ടില്ല. അമ്മയും മകളും പരസ്പരം നോക്കി ഗൂഢമായെന്ന് ചിരിച്ചു. ആ സമയം പുറത്ത് മഴ ശക്തിയാവാൻ തുടങ്ങിയിരുന്നു. അവരങ്ങനെ ഓരോന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് വാതിലൊരു മുട്ട് കേട്ടത്. ലച്ചു പെട്ടെന്ന് ഗൗരവം വിട്ട് ഫോണിലേക്ക് മുഖം താഴ്ത്തി. ഭാർഗവി എഴുന്നേറ്റ് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന കേശവരെ കണ്ടതും ഭാർഗവി അയാളെ നിന്ന് അടിമുടി നോക്കി. നിങ്ങളിത് എവിടെയായിരുന്നു മനുഷ്യ? ഞാൻ എത്ര നേരം കൊണ്ട് നോക്കുക? അത് പിന്നെ ഇവൾക്ക് വേണ്ട സ്വർണത്തിന്റെ കണക്ക് കൊടുക്കാൻ പോയതാ. അതും പറഞ്ഞ അയാൾ ഒരു തളർച്ചയോടെ മുന്നിലെ കസേരയിലേക്ക് ഇരുന്നു. ശേഷം അവിടെയുള്ള ബോട്ടിൽ നിന്ന് അല്പം വെള്ളവും കുടിച്ചു. ഞാൻ രാജീവിന്റെ അടുത്ത് പോയപ്പോഴാണ് അറിയുന്നേ, ആനന്ദൻ നേരത്തെ ആഭരണങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിരുന്നു. അച്ഛാ, 100 പവൻ തേച്ചും വേണം കേട്ടല്ലോ. എന്റെ ഒരുപാട് കാലത്തെ സ്വപ്ന ഈ നടക്കാൻ പോകുന്നേ. ലച്ചുവിന്റെ വാക്കിൽ കേട്ട് കേശവനൊന്ന് ദീർഘനിശ്വാസം വിട്ടു. സ്വർണത്തിന്റെ കാര്യത്തിൽ മകൾക്ക് ഇത്രയും വാശിപാടില്ലെന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ മുഖത്തെ സന്തോഷം കണ്ടതും അയാളൊന്നും മിണ്ടാൻ നിന്നു. നിനക്ക് വേണ്ട ആനന്ദൻ നേരത്തെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ ഭാഗ്യമോളെ, ആനന്ദനെ പോലെ ഒരു ഏട്ടൻ. ഈ കല്യാണം അവൻ അത്രയും ഗംഭീരമാക്കി നടത്താൻ നിൽക്കുന്നേ. ദക്ഷയാണെങ്കിൽ സ്വന്തം അനിയത്തിയുടെ കല്യാണം പോലെയാ എല്ലാത്തിനും ഓടി നടക്കുന്നത്.
അയാളുടെ വാക്കിൽ കേട്ടപ്പോൾ ഭാർഗവിയും ലക്ഷ്യവും പരസ്പരം നോക്കി. അതിന് അവനൊരു പെങ്ങളല്ലേ ഉള്ളൂ കേശവേട്ട, അവൻ ചെയ്തില്ലേ പിന്നെ ആരാ ചെയ്യണ്ടേ? ഭാർഗവി ചോദിച്ച അയാൾക്ക് സ്വയം പുച്ഛം തോന്നി. ഈ കാലത്തെ എല്ലാ ഏട്ടന്മാരും അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. കയറി വരുന്ന പെണ്ണിന്റെ കൂടെ സ്വഭാവം അനുസരിച്ചിരിക്കും അത്. ഉദാഹരണത്തിന് എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് എത്രമാത്രം സഹായിക്കാൻ നീ സമ്മതിച്ചു? അയാൾ ഭാർഗവിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവരൊന്ന് പതറി. അത് പിന്നെ അന്നത്തെ കാലല്ലായിരുന്നോ? അന്ന് നമുക്ക് 2 പിള്ളേരുണ്ടായിരുന്നു. അനന്തൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞ് നീ സ്വയം ചെറുതാവാൻ നിൽക്കണ്ട, അയാൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഒന്നും മിണ്ടാ തലയും താഴ്ത്തിയിരുന്നു ഭാർഗവി. ദക്ഷയൊന്ന് മനസ്സ് വെച്ചാ 100 പവൻ എന്നുള്ള 10 പവനാക്കാൻ കഴിയും. പക്ഷെ ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല, നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം. അതുകൊണ്ട് അതിനിങ്ങനെ വേദനിപ്പിക്കാൻ നിൽക്കാതെ സ്നേഹത്തോടെ 2 വാക്ക് പറയാനുള്ള മാന്യതെങ്കിലും കാണിക്കണം. അച്ഛൻ എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയുന്നേ? ഏടത്തിയെ വിലർച്ചൊന്നും ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് മോളെ. പിന്നെ ഒരു ശുഭകാര്യം നടക്കാൻ പോകുന്ന വീടായതുകൊണ്ടാ കൂടുതലൊന്നും പറയാൻ നിൽക്കാത്തത്. അത്രയും പറഞ്ഞയാൾ തന്റെ കയ്യിൽ കുഞ്ഞു ബുക്ക് മേശപ്പുറത്തായി വെച്ചു. നിനക്ക് വേണ്ട മോഡൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോക്കി വെച്ചേക്ക്. ഇന്ന് വൈകിട്ട് രാജീവ് ഇങ്ങോട്ടേക്ക് വരാന്നാ പറഞ്ഞു. അതും പറഞ്ഞയാൾ പുറത്തേക്ക് നടന്നു. അയാൾ പോയത് മറ്റും നോക്കാതെ വെച്ചു ആവേശത്തോടെ ഓരോ പേജും മറിച്ചു നോക്കി ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാനുള്ള തിടുക്കത്തിലായിരുന്നു. എന്നാൽ ആ സമയമെല്ലാം കേശവൻ പറഞ്ഞ വാക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഭാർഗവി. പുറത്ത് മഴ കനക്കുന്നുണ്ട്. പന്തൽ പണിക്കാർ മഴ നനയാതിരിക്കാൻ ഷീറ്റുകൾ വലിച്ചിട്ടുന്ന തിരക്കിലാണ്. വാതിൽ പതുക്കെ തുറന്ന് ആനന്ദൻ അകത്തേക്ക് വന്നു. മഴയിൽ നനഞ്ഞ മുടി അവൻ തോർത്തുകൊണ്ട് തുടയ്ക്കുന്നുണ്ട്. ഇതുവരെ എഴുന്നേറ്റില്ലേ കുറുമ്പി? അവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഇല്ല, നല്ല ഉറക്ക. അല്ല, നല്ല മഴയാണല്ലോ എന്തേട്ടാ. പന്തൽ പണി എന്തായി? അതൊക്കെ അവർ നോക്കിക്കൊള്ളു വെച്ചു. പക്ഷെ ഇങ്ങനെ മഴയാണെങ്കിൽ മുറ്റം നിറച്ചും വെള്ളമാവും. അതുകൊണ്ട് ലോഡ് മെറ്റലിറക്കിയാലോന്നാ. അവന്റെ സംസാരം കേട്ടത് അവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇന്റർലോക്കിന്റെ കാര്യം നോക്കാൻ. ഇതിപ്പോ ഈ പണിക്കാരുടെ ഇടയിൽ കൂടി ഇതും വരുമ്പോ കല്യാണ സമയം ആകുമ്പോഴേക്കും അനന്തേട്ടൻ സൈഡാവും. അവളുടെ സംസാരം കേട്ടത് അവനൊന്ന് പുഞ്ചിരിച്ചു. ഇവിടെ ഓടി നടക്കാൻ ഒരുപാട് പേരിലേ വെച്ചു. പിന്നെ കല്യാണമൊക്കെ വല്ലപ്പോഴും നടക്കുന്ന പരിപാടിയല്ലേ, കുറച്ചൊക്കെ ക്ഷീണാവാന്നേ. അതും പറഞ്ഞവൻ അവിടെ അരിയിലായിരുന്നു. പിന്നെ ലച്ചുവിന് സ്വർണത്തിന്റെ കാര്യത്തിൽ ഒത്തിരി ആഗ്രഹമുണ്ട്. ഞാൻ കുറച്ച് കരുതിയിട്ടുണ്ട്. നിനക്കതിൽ വല്ല വിഷമവും? അവൻ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് ദക്ഷ അവന്റെ കൈകൾ അമർത്തി പിടിച്ചു. എന്തൊക്കെ ഈ പറയുന്നേ? അവൾ നമ്മുടെ അനിയത്തിയല്ലേ. അവൾ കൊടുക്കുന്നില്ല എനിക്കെന്ത് വിഷമം? നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിലും വലുതായിട്ട് മറ്റെന്താ ഉള്ളത്? അവളുടെ മറുപടി അനന്തന്റെ ഉള്ളം തണുപ്പിച്ചു. തന്നെ ഇത്രമേൽ മനസ്സിലാക്കി എന്നിനൊപ്പം നിൽക്കുന്ന പെണ്ണിനോളം വിലപ്പെട്ടതൊന്നും ഈ ഭൂമിയിൽ ഇല്ലെന്ന് തോന്നി അനന്തന്. സെയിം ടൈം സിറ്റി ഹോസ്പിറ്റൽ. കയ്യിലൊരു ഫയലുമായി ഡ്യൂട്ടി റൂമിലേക്ക് കയറുമെന്ന് അലീന. അവിടെ കമ്പ്യൂട്ടറിൽ എന്തോ തിരഞ്ഞുകൊണ്ടിരുന്ന ഐഷയെ കണ്ടതും അവൾ ആ ഫയൽ മേശയിലേക്ക് വെച്ചു. ഇന്നൊരു പേഷ്യന്റ് വന്നില്ലല്ലേ? പേഷ്യന്റെ ഫയലൊരെണ്ണം ക്ലോസ് ചെയ്യാനുണ്ടല്ലോ. ഐഷ കമ്പ്യൂട്ടറിൽ നിന്ന് തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ഏയ്, ലാബിൽ നിന്ന് വന്ന മെയിലുകൾ അപ്പം തന്നെ ഞാൻ ഡോക്ടർക്ക് ഫോർവേഡ് ചെയ്താണല്ലോ. പിന്നെ ഏത് റിപ്പോർട്ടിന്റെ കാര്യം ചേച്ചി പറയുന്നേ? ആളൊരു സംശയത്തോടെ അലീനയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ റൗണ്ട്സിന് പോകുമ്പോൾ പറഞ്ഞില്ലേ ഒരു റിപ്പോർട്ടിന്റെ ടേബിൾ വെച്ചിട്ടുണ്ടെന്ന്. ലാബിലെ സിസ്റ്റത്തിന് ചെറിയൊരു കംപ്ലൈന്റ് വന്നപ്പോൾ ആ റിപ്പോർട്ട് എന്റെ കയ്യിലാ തന്ന്. അതാ ഞാൻ നിന്നോട് അപ്ലോഡ് ചെയ്ത ശേഷം മെയിൽ അയക്കാൻ പറഞ്ഞേ. ആ കാര്യം ആ നിമിഷമാണ് ഐഷയെ ഓർത്ത്. എന്റെ റബ്ബേ, അത് ഞാൻ മറന്നു. തലയിൽ കൈവച്ച് പറയുന്നവളെ കണ്ടത് അലീനയുടെ കണ്ണു തള്ളി. എന്നിട്ട് നീ ഏത് റിപ്പോർട്ട് അയച്ച്? ആ പേഷ്യന്റെ പേരെന്ന് പറഞ്ഞേ. അവൾ ധൃതിയിൽ മെയിൽ ഓപ്പൺ ചെയ്താലും സെർച്ച് ബട്ടൺ അടിച്ചു. പേഷ്യന്റ് നെയിം ദക്ഷ വിശ്വൻ, വൈഫ് ഓഫ് അനന്തൻ. ദക്ഷയുടെ പേരടിച്ചു. മുന്നിൽ വന്ന റിപ്പോർട്ട് കണ്ട രണ്ടുപേരും ഒരു പേടിയോടെ അതിലേക്ക് നോക്കി. യാ അല്ലാ, ഞാൻ ആ കുട്ടിയുടെ 6 മാസം മുമ്പത്തെ റിപ്പോർട്ട് ഡോക്ടർക്ക് അയച്ച്. ഐഷയുടെ കൈകൾ വിറക്കാൻ തുടങ്ങി. അവളൊരു പേടിയോടെ അലീനയെ നോക്കി. ദൈവമേ, അല്ല റിസൾട്ടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇത് പോസിറ്റീവാ, ഞാൻ അയച്ചത് നെഗറ്റീവ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവൾ പേടിയോടെ തന്നെ നഖം കടിക്കാൻ തുടങ്ങി. നീ ഇങ്ങനെ ടെൻഷൻ ആവില്ലേ? നമുക്ക് ആദ്യം മേരി ഡോക്ടർ പോയി കണ്ട് കാര്യം പറയാം. ഇനി മാം വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കൂ. ആ ഫയലുമായി അവർ രണ്ടുപേരും ഡോക്ടറുടെ ക്യാബിനിലേക്ക് വേഗത്തിൽ നടന്നു. മേരി ഡോക്ടറുടെ ക്യാബിനിൽ അലീനയും ഐഷയും ശ്വാസം അടക്കി പിടിച്ചങ്ങനെ നിന്നു. റിപ്പോർട്ട് കണ്ട ഡോക്ടറുടെ മുഖം ഗൗരവത്തിലായി. ഇത് വലിയൊരു മിസ്റ്റേക്കാണ് ഐഷ. ആ കുട്ടി എത്ര സങ്കടത്തോടെ ഇവിടുന്ന് പോയത്. ഇച്ചാനി ഇതുവല്ല അറിഞ്ഞ രണ്ടിനും നല്ല കിട്ടും. അതുകൊണ്ട് അങ്ങനോട് ഞാൻ പയ്യെ സൂചിപ്പിച്ചോളാം. നിങ്ങൾ ആ നമ്പറിലേക്ക് വിളിച്ച് എത്രയും പെട്ടെന്ന് ഈ കാര്യം അറിയിച്ചേക്ക്. ഡോക്ടർ പറഞ്ഞതും ഐഷ വിറക്കുന്ന കൈകളോടെ ആനന്ദന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. പുറത്ത് മഴ കനത്തുകൊണ്ടാവാം ഔട്ട് ഓഫ് റീച്ച് എന്ന മറുപടിയാണ് ലഭിച്ചത്. ഡോക്ടർ, കോള് കണക്ട് ആവുന്നില്ല. ഓ, എന്നാ ഒട്ടും വൈകണ്ട. ലേറ്റസ്റ്റ് റിപ്പോർട്ട് അവർക്ക് മെയിൽ ചെയ്യും. ഒപ്പം ഒരു സോറി നോട്ട് അയക്ക്. നാളെ രാവിലെ തന്നെ അവരെ നേരിട്ട് വിളിക്കാൻ നോക്കണം. അതിനവർ തലയാട്ടി ഡ്യൂട്ടി റൂമിലേക്ക് നടന്നു. അവിടെ എത്തിയ ഡോക്ടർ പറഞ്ഞ പോലെ ഐഷ പുതിയ റിപ്പോർട്ട് ആനന്ദന്റെ മെയിലിലേക്ക് അയച്ചു. എന്നാൽ തറവാട്ടിൽ യേശുവിന്റെ കല്യാണ തിരക്കിൽ മുഴുകി ആനന്ദൻ ഫോൺ സൈലന്റ് ആക്കി പോക്കറ്റിലിട്ടിരുന്നു. മഴയും ബഹളവും കാരണം ആ മെയിൽ നോട്ടിഫിക്കേഷൻ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടുമില്ല. കല്യാണത്തിന് 2 ദിവസം മുമ്പാണ് ദക്ഷയുടെ അച്ഛൻ വിശ്വനാമ മാധവിയും തറവാട്ടിലേക്ക് കയറി വന്ന് മകളുടെ നാത്തുവിന്റെ കല്യാണമല്ലേ, തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന കരുതലോടെയാണ് അവർ എത്തിയത്. ലച്ചുവിന്റെ മുറിയിലേക്ക് കയറി വന്ന രണ്ടുപേരെ കണ്ടതും ഭാർഗവിയുടെ ചുണ്ടിൽ ഒരു പരിഹാസ്യരി വിരിഞ്ഞു.
അല്ല ഇതാരൊക്കെയായി വന്നത്? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. കല്യാണത്തിന് വരെ ഇപ്പോഴാണോ സമയം കിട്ടിയേ? അകത്തേക്ക് കയറിയവരോട് ഭാർഗവി ഒരു പുച്ഛത്തോട് ചോദിച്ചു. വിശ്വനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അല്ല ഭാർഗവി, വരണമെന്നുണ്ടായിരുന്നു, കുറച്ച് പണികളുടെ തിരക്കായി പോയി. ദാ ലച്ചുമോൾ കൊടുക്കാൻ ഞങ്ങൾ വാങ്ങിയതാ. മാധവി കയ്യിൽ നിന്ന് ചെറിയൊരു സ്വർണ്ണാഭരണത്തിന്റെ പൊതി നീട്ടിയിരുന്നു. ഭാർഗവി അത് വാങ്ങിയും തുറന്നു നോക്കി മേശപ്പുറത്തേക്ക് അലക്ഷ്യമായി വെച്ചു. ഇതൊക്കെ എന്തിനാ ഇപ്പൊ? എന്റെ മോൾക്ക് വേണ്ട കരുതം നേരത്തെ തന്നെ വാങ്ങിയിട്ടുണ്ട്. 100 പവൻ അവൾക്ക് കൊടുക്കുന്നു. അതിന്റെ ഇടയിൽ തരിപ്പൊന്നിന്റെ ഒന്നും ആവശ്യമില്ല. ഭാർഗവിയുടെ മറുപടി കേട്ട് വിശ്വനും മാധവിയാകെ വല്ലാതായി. ആ സമയം തന്നെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന ദക്ഷ മുറിയിൽ നിൽക്കുന്ന തന്റെ അച്ഛന്റെ അമ്മയും കണ്ടതും സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് ചെന്നു. അച്ഛാ, അമ്മേ, നിങ്ങളെപ്പോഴാ വന്നേ? അവരുടെ അരികിലേക്ക് വന്ന സന്തോഷത്തോടെ അവൾ ചോദിച്ചു. രണ്ടുപേരും അവളെ ചേർത്ത് പിടിച്ചു. എന്റെ മോളാകെ ക്ഷീണിച്ചല്ലോ. ഒന്നും കഴിക്കാതെയുള്ള നിന്റെ ഓട്ടം നിർത്തണമെന്ന് പറഞ്ഞല്ലേ മോളെ? അവരൊരമ്മയുടെ ആകുലതയോടെ അവളുടെ കവിളിലായി തഴുകി. 4 നേരം വെട്ടിവിഴിഞ്ഞ് ഒരു പണിയെടുക്കാതെ ഇവിടെ വെറുതെ ഇരിക്കുന്ന ഇവൾക്കാണോ ക്ഷീണം? ഇന്ന് രാവിലെ മുതൽ വയ്യെന്ന് പറഞ്ഞ റൂമിലായിരുന്നു. 10 മിനിറ്റ് മുന്നേ ഒന്ന് അടുക്കളയിലേക്ക് പോയി തല കാണിച്ചു. ഗർഭിണികൾക്കില്ലാത്ത ക്ഷീണമാണല്ലോ വച്ചകൾക്കെന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്ത് ചെയ്യാനാ, എന്റെ മോന്റെ വിധി, അല്ലാണ്ട് എന്താ? അതും പറഞ്ഞ് നെടുവീർപ്പെട്ടുകൊണ്ട് അവർ പുറത്തേക്ക് നടന്നു. ബാത്റൂമിൽ നിന്ന് വെച്ച് പുറത്തിറങ്ങിയത് ഭാർഗവിയുടെ ഈ സംസാരം കേട്ടാണ്. താൻ പറഞ്ഞൊന്നും മനസ്സിലാവാതെ വീണ്ടും ഈ പേരുമറ ദക്ഷയെ കുത്തുന്നവരെ കണ്ടതും അവൾക്ക് ദേഷ്യമാണ് തോന്നിയത്. ഇങ്ങനെ പോയി തള്ളെല്ലാം കൊളാക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. രംഗമൊന്ന് ശാന്തമാക്കാനായി ലച്ചു ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ആരൊക്കെയാ ഇത്? ഒത്തിരി നേരമായിരുത്തി ഇവരൊക്കെ വന്നിട്ട്? പിന്നീട് നിന്ന് ലച്ചുവിന്റെ ശബ്ദം കേട്ടത് അവർ തിരിഞ്ഞവരുടെ മുഖത്തേക്ക് നോക്കി. ഇല്ല മോളെ, ഞങ്ങളിപ്പോ വന്നതേയുള്ളൂ. മാധവി തന്നെ സങ്കടം ഉള്ളിലൊതുക്കി ചിരിക്കാൻ ശ്രമിച്ചു. ശേഷം മേശയിലായി വെച്ച ആ കുഞ്ഞു പുതിയെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. മോൾക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിയതാ, ചെറിയൊരു വളയാ മോളെ. വിശ്വ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. ഇതൊന്നും വേണ്ടായിരുന്നു വെച്ചാ, എന്നാലും നിങ്ങൾ സ്നേഹത്തോടെ തന്നല്ലേ, അതുകൊണ്ട് ഞാനിത് സ്വീകരിക്കുന്നു. ലച്ചു ആ വള തന്റെ കയ്യിലിട്ടു. അവളുടെ മധുരമായ വാക്കുകൾ കേട്ടപ്പോൾ വിശ്വന്റെയും മാധവിയുടെയും മനസ്സൊന്ന് തണുത്തു. എന്തെങ്കിലും ആളിലേക്ക് ചെല്ലട്ടെ? ഒരു കുടിക്കാനൊന്നും കൊടുത്തില്ല. ശരി അടുത്തി, ഞാനെന്നാ പാർലറിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് അവരെയും കൂട്ടി പുറത്തേക്ക് നടന്നു ദക്ഷ. അവർ പുറത്തിറങ്ങിയതും ലച്ചുവിന്റെ മുഖത്ത് ആ വിനയം അപ്രത്യക്ഷമായി. അവൾ പുച്ഛത്തോടെ ആ വളകൂരി മേശപ്പുറത്തേക്ക് എറിഞ്ഞു. അഷ്ടിക്ക് വകയില്ലാത്ത കൂട്ടങ്ങൾ 2 ഗ്രാം പൊന്നും കൊണ്ട് വന്നിരിക്കുക. ഏട്ടന് കല്യാണം കഴിക്കുക ദരിദ്രവാസിയല്ല വേറെ ആരും കിട്ടിയില്ലേ, നാശങ്ങൾ. അങ്ങനെ ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് അവൾ തന്റെ ഒരുക്കം തുടർന്നു. ഹാളിലേക്ക് എത്തിയ വിശ്വനും മാധവിയും അവിടെ ഇരിക്കുന്ന കേശവനെ കണ്ടതും വിശേഷങ്ങൾ തിരക്കി അയാളുടെ അടുത്തായിരുന്നു. ദക്ഷ അവർക്ക് കൊടുക്കാനുള്ള ചായയും പലഹാരങ്ങളുമായി ഹാളിലേക്ക് വന്നു. എന്നാൽ അവളുടെ മനസ്സപ്പോഴും ഭാർഗവിയുടെ വാക്കിൽ തട്ടി നീറുകയായിരുന്നു. ആ സമയം മുറ്റത്തുനിന്ന് അനന്തൻ അകത്തേക്ക് കയറി വന്നു. വിശ്വനെയും മാധവിയെയും കണ്ടതും അവന്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. അച്ഛനും അമ്മയും എപ്പോഴാ വന്ന്? ഞാൻ തിരക്കിനിടയിൽ കണ്ടില്ല. അവൻ അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരം ആനന്ദാ, നീ എന്തെങ്കിലും തിരക്കിലാവെന്ന് കരുതിയാ വിളിക്കാഞ്ഞേ. വിശ്വൻ അവന്റെ തോൾ തട്ടി പറഞ്ഞു. അനന്തൻ പുഞ്ചിരിച്ചു. കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച ശേഷം അവർക്ക് വിശ്രമിക്കാൻ ഒരു റൂം ശരിയായി കൊടുത്തു ദക്ഷ. അനന്തന്റെ അടുത്തേക്ക് ചെന്നു. അവൻ തന്നെ ഡയറിയിൽ കണക്കെഴുതുന്ന തിരക്കിലായിരുന്നു. അനന്തേട്ടാ? അവളുടെ വിളിയേട്ട് അവൻ തലയുയർത്തി. അവളുടെ കണ്ണുകൾ നേരത്തെ കണ്ട തിളക്കമില്ലെന്ന് അവന് മനസ്സിലായി. എന്താടാ, അമ്മ വീണ്ടും എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, എനിക്കെന്തൊരു ക്ഷീണം പോലെ, തലകറങ്ങുന്ന പോലെ ഞാൻ തോന്നുന്നു. അവൾ പറഞ്ഞതും അവൻ വേഗത്തിൽ എഴുന്നേറ്റ് അവളുടെ നെറ്റിൽ കൈവച്ചു. ചൂടൊന്നുമില്ലല്ലോ, രാവിലെ മുതലൊന്നും മര്യാദ കഴിച്ചു കാണില്ല. നീ വന്നേ, ആദ്യം നമുക്ക് വല്ലതും കഴിക്കാം. അവനവളെ നിർബന്ധിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഭാർഗവി ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അനന്തന്റെ കൈയും പിടിച്ച് അങ്ങോട്ട് കയറി വന്നവളെ ഗൗരവത്തിൽ നിന്ന് നോക്കിയവർ. എന്നാൽ അനന്തനൊന്നും ശ്രദ്ധിക്കാതെ ദക്ഷയ്ക്ക് ഭക്ഷണം വിളമ്പുന്ന തിരക്കിലായിരുന്നു. അവൾക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നുവെങ്കിലും അനന്തൻ അവളെ പിടിച്ചിരുത്തി ഭക്ഷണം വാരി കൊടുത്തു. അവളെ ഭക്ഷണമെല്ലാം കഴിപ്പിച്ച ശേഷം വായും കഴുകിച്ച് തന്റെ കൈകളിലേക്ക് ഓരിയെടുത്തു. അനന്തന് ശേഷം ഓരോ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ടവർ അവരുടെ റൂമിലേക്ക് നടന്നു. എന്നാൽ ഈ കാഴ്ചയെല്ലാം കണ്ട ഭാർഗവിയുടെ മുഖമിരുണ്ടു. എന്ത് കൂടോത്രം ചെയ്തിട്ടാണോ എന്തോ എന്റെ മോനെ അവൾ വലയിലാക്കിയത്. ഈ നാശത്തിന് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഞാൻ പുകച്ച് ചാടിക്കും. മനസ്സിൽ അങ്ങനെ ഓരോരോ കണക്കൂട്ടുകൾ നടത്തിയവർ തന്റെ അടുക്കളയിലെ ജോലിയൊന്ന് ഒതുക്കിയ ശേഷം പുറത്തേക്ക് നടന്നു. വെഡിങ് ഡേ. മുറ്റത്ത് വലിയ പന്തൽ ഉയർന്നു കഴിഞ്ഞു. വെളുത്ത തുണി കൊണ്ട് മേൽക്കൂരയും ചുവന്ന പട്ടുകൊണ്ട് തൂണുകൾ അലങ്കരിച്ചപ്പോൾ തറവാടിന്റെ ആഠ്യത്വം ഒന്നുകൂടെ ഇരട്ടിയായി. പന്തലിന്റെ ഒരു വശത്ത് വലിയ ചെമ്പുകളിൽ സദ്യവട്ടങ്ങൾ ഒരുങ്ങുന്നുണ്ട്. കാളന്റെയും സാമ്പാറിന്റെയും മണം അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. കുഞ്ഞുണി, ആ ഇലകളൊന്ന് അടുക്കി വെക്കടാ. മനോജെ, വിളമ്പാനുള്ളവരെവിടെയാ? എത്ര നേരായി? അനന്തൻ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. വെള്ള ജുബയും സ്വർണ്ണ കസവിന്റെ മുണ്ടുമാണ് അവരുടെ വേഷം. ആ വേഷത്തിൽ അനന്തനെ കാണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു. തന്റെ അനിയത്തിയുടെ യുവാൻ ഗംഭീരമാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അവൻ. അകത്ത് സ്ത്രീകളെല്ലാം ഒരുങ്ങുന്നതിന്റെ ബഹളമാണ്. ഭാർഗവി തന്റെ പട്ടുസാരിയുടെ ഞൊറികൾ ഒന്നുകൂടി ശരിയാക്കി കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴാണ് ദക്ഷ അവിടേക്ക് കയറി വന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആർഭാടങ്ങളില്ലെങ്കിലും ദക്ഷയുടെ മുഖത്ത് ആ പ്രകാശം ഭാർഗവി എപ്പോഴും അലവസരപ്പെടുത്തിയിരുന്നു.
പല ആലോചനകൾ വന്നിട്ടും അനന്തൻ ഉറച്ചു നിന്നത് ദക്ഷയ്ക്ക് വേണ്ടിയാണ്. പണമില്ലാത്ത കുടുംബം എന്ന് പറഞ്ഞ് ഭാർഗവി തീർത്തപ്പോൾ ദക്ഷയല്ലാതെ മറ്റൊരുത്തിയെ ഞാൻ വിവാഹം ചെയ്യില്ലെന്ന് അനന്തന്റെ വാശിക്കുമ്പിൽ അവർക്ക് തോൽക്കേണ്ടി വന്നു. സെറ്റ് സാരി ഉടുത്ത് മിതമായ ആഭരണങ്ങളും സീമന്തരേഖയിൽ സിന്ദൂരവും ചാർത്തി നിൽക്കുന്ന ദക്ഷയെ ഒരു നിമിഷം അവർ നോക്കി നിന്നു. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് മൂടപ്പെട്ട തന്റെ മകൾ ലച്ചുവിനെയും മരുമകളെയും അവർ മാറി മാറി നോക്കി. എത്രയൊക്കെ ഒരുങ്ങിയിട്ടും ദക്ഷയുടെ സൗന്ദര്യത്തിന്റെ അടുത്തെത്താൻ ലച്ചുവിന് കഴിഞ്ഞില്ലെന്ന് കണ്ടതും അവരുടെ മുഖത്ത് അസൂയ നിറഞ്ഞു. അല്പസമയം കഴിഞ്ഞതും പുറത്തു വലിയ വാഹനങ്ങളുടെ അകമ്പടിയോടെ കാർത്തിയും കുടുംബവും എത്തി. അതിഥികളെ സ്വീകരിക്കുന്നതിനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി ദക്ഷ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഉള്ളിലെ വേദനകളൊന്നും പുറത്തു കാണിക്കാതെ അവളൊരു പുഞ്ചിരിയോടെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യാൻ തുടങ്ങി. ചെറുക്കന്റെ വീട്ടുകാരെത്തിയതും അനന്തൻ ദക്ഷയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ച് മണ്ഡപത്തിനടുത്തേക്ക് നടന്നു. ആ ചേർച്ച കണ്ടിരുന്നവർക്ക് എല്ലാവരും കൗതുകമായിരുന്നു. കേശവന്റെ കൈയും പിടിച്ച് ലച്ചു മണ്ഡപത്തിലേക്ക് കയറി. കാർത്തി അവളുടെ കഴുത്തിൽ താലിയാർത്തുമ്പോൾ തറവാട് മുഴുവൻ കുരവ ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞു. എല്ലാവരുടെയും കണ്ണുകളിൽ സന്തോഷമായിരുന്നു. സദ്യ കഴിഞ്ഞ അതിഥികൾ ഓരോരുത്തരായി പിരിഞ്ഞു പോകാൻ തുടങ്ങി. ലച്ചുവിന് കാർത്തിയുടെ വീട്ടിലേക്ക് പോകാനുള്ള സമയമായിരുന്നു. അവൾ ഭാർഗയെയും കേശവനെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. അനന്തന്റെ കാലിൽ വീഴാൻ തുടങ്ങിയ അവളെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവസാനം അവൾ ദക്ഷയെ കെട്ടിപ്പിടിച്ചു. അമ്മ പറയുന്നൊന്നും നേരത്തെ കാര്യമാക്കണ്ട കേട്ടോ, അവർക്ക് പണ്ടത്തെ ആൾക്കാരല്ലേ, അതാ ഇങ്ങനെയൊക്കെ. ലച്ചു അവളുടെ ചെവിയിലായി പതുക്കെ പറഞ്ഞു. ദക്ഷ അവളെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു. അല്പസമയത്തിന് ശേഷം ലച്ചു കാറിലേക്ക് കയറി കാർത്തിയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. കല്യാണ ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് തറവാട് പതുക്കെ ശാന്തമായി തുടങ്ങി. പന്തലിന്റെ ലൈറ്റുകൾ ഓരോന്നായി അണഞ്ഞു. മുറ്റത്ത് പണിക്കാർ കസേരകൾ അടുക്കി വെക്കുന്ന ശബ്ദം ഇടയ്ക്കിടെ കേൾക്കാം. ആ സമയമാണ് അനന്തൻ മുറിയിലേക്ക് എത്തിയത്. മുറിയിൽ ദക്ഷ തളർന്നു കിടക്കുകയായിരുന്നു. കട്ടിലിരുന്ന അനന്തൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ കയ്യിലേക്ക് എടുത്തു. പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് വാട്സാപ്പിലേക്ക് വന്ന വോയിസ് മെസ്സേജ് കണ്ടതും അവനൊരു സംശയത്തോടെ ആ വോയിസ് നോട്ട് ഓപ്പൺ ചെയ്തു. സർ, സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണേ. സാറിന് കുറെ തവണ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷെ കോൾ കണക്ട് ആയില്ല. റിപ്പോർട്ടിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. മെയിലൊന്ന് ചെക്ക് ചെയ്യാവോ? നാളെ രാവിലെ സാറും വൈഫും കൂടി ഡോക്ടറെ ഒന്ന് കാണണം കേട്ടോ. ആ മെസ്സേജ് അവസാനിച്ചതും അവന്റെ മുഖത്ത് വീണ്ടും ഒരു സംശയം നെല്ലിച്ചു. അവൻ വേഗത്തിൽ തന്നെ മെയിൽ ഓപ്പൺ ചെയ്തു. അർജന്റ് റിവൈസൽ ലാബ് റിപ്പോർട്ട്, ദക്ഷ വിശ്വൻ. അവൻ ആ ഫയൽ ഓപ്പൺ ചെയ്തു. അതിലെ വരികളിലൂടെ കണ്ണോടിച്ച അനന്തന് ഒരു നിമിഷം തന്റെ ശ്വാസം നിലച്ചു പോയതുപോലെ തോന്നി. റിസൾട്ട് പോസിറ്റീവ്. ഒന്നുകൂടി ഉറപ്പുവരുത്താനെന്നോണം അവൻ ആ റിപ്പോർട്ട് വീണ്ടും വീണ്ടും വായിച്ചു. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞ തെറ്റായിരുന്നെന്ന തിരിച്ചറിവ് അവനിലെ ഒരു വിറയിലുണ്ടാക്കി. കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. ദച്ചു, അവൻ പയ്യെ വിളിച്ചതും അവൾ തന്റെ കണ്ണുകൾ തുറന്നു. എന്തു പറ്റി അനന്തേട്ടാ, ഉറങ്ങുന്നില്ലേ? ആനന്ദിനൊന്നും മിണ്ടാ ഫോൺ അവളുടെ നേരെ നീട്ടി. റിപ്പോർട്ട് വായിച്ച ദക്ഷയുടെ മുഖം നിമിഷ നേരം കൊണ്ട് മാറി. അവൾ എഴുന്നേറ്റിരുന്നു. വിശ്വസിക്കാനാവാതെ അവൾ വീണ്ടും വീണ്ടും ആ വാചകം വായിച്ചു. അനന്തേട്ടാ, ഇത് സത്യമാണോ? ഞാൻ അമ്മയാവും പോവാണോ? ആനന്ദൻ അവളെ ഗാഠമായി കെട്ടിപ്പിടിച്ചു. ആ മുറിയിൽ സന്തോഷത്തിന്റെ തേങ്ങലുകൾ മാത്രം ബാക്കിയായി. നാളെ രാവിലെ തന്നെ നമുക്ക് ഹോസ്പിറ്റൽ പോകണം വെച്ചു. ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ വാക്കിൽ കേട്ടതും നിറഞ്ഞ കണ്ണുകളോടെ ഒന്ന് തലയാട്ടി ദക്ഷ. പിറ്റേന്ന് രാവിലെ തന്നെ ആനന്ദന് ദക്ഷയെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഡോക്ടറെ കണ്ട എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയ ശേഷം മധുരപലഹാരങ്ങളും വാങ്ങി അത്യന്തം സന്തോഷത്തോടെയാണ് അവർ തറവാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. അവർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുറ്റത്തന്നെ ലച്ചുവും ഭർത്താവ് കാർത്തിയും ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ആദ്യമായി വിരുന്നിനെത്തിയതായിരുന്നു അവർ. ഉമ്മറത്ത് ഭാർഗവിയും കേശവനും അവരോട് വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറിൽ നിന്നിറങ്ങി മുന്നോട്ട് വരുന്ന ആനന്ദന്റെയും ദക്ഷയുടെയും മുഖത്തെ അമിതമായ തിളക്കം കണ്ടപ്പോൾ തന്നെ ഭാർഗവിക്ക് എന്തോ പന്തികേട് തോന്നി. ഇവർ ഈ നേരം പൊളുത്തപ്പോൾ തന്നെ എങ്ങോട്ടാ പോയത്? ലച്ചും കാർത്തിയും വന്നപ്പോൾ സ്വീകരിക്കാൻ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഭാർഗവി അല്പം നീരസത്തോടെ പറഞ്ഞു. എന്നാൽ കയ്യിലൊരു ബോക്സുമായി അവിടെ അടുത്തേക്ക് നടന്നു വരുന്ന അനന്തനെ ഉള്ളിൽ നിറഞ്ഞ സംശയത്തോടെ നോക്കി ലച്ചുവും കാർത്തിയും. ഉമ്മറത്തേക്ക് കയറിയ അനന്തൻ സന്തോഷത്തോടെ ഒരു ബോക്സിൽ നിന്ന് ലഡു എടുത്ത് ചിരിയോടെ അത് കേശവന് നേരെ നീട്ടി. എന്താടാ ഇത്, രാവിലെ തന്നെ എല്ലാവർക്കും മധുരം കൊടുക്കലൊക്കെയാണല്ലോ. അതിനവരൊന്ന് പുഞ്ചിരിച്ച ശേഷം ലച്ചുവിനും കാർത്തിക്കും ഭാർഗവിക്കും നേരെ ലഡു നീട്ടി. എന്താ ഏട്ടാ വിശേഷം? എന്താ ഇത്രയ്ക്ക് സന്തോഷിക്കാൻ നടന്ന്? ലച്ചു കൂടെ ചോദിച്ചു. ആനന്ദൻ ദക്ഷയുടെ കയ്യിലേക്ക് കൈ ചേർത്ത് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. നമ്മുടെ തറവാട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി വരാൻ പോവാ. ലച്ചു ഗർഭിണിയാ. ആനന്ദന്റെ വാക്കിൽ കേട്ടതും ഭാർഗവിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ ലച്ചുവിന്റെയും കാർത്തിയുടെയും മുഖം വിളറി വെളുത്തു. ആനന്ദാ, നീ പറയുന്നത് സത്യാണോടാ? കേശവൻ സന്തോഷം കൊണ്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ദക്ഷയുടെ തലയിലായി തലോടി. സത്യവച്ച, ഇത്രയും കാലം ദശു അനുഭവിച്ച സങ്കടങ്ങൾക്കെല്ലാം ദൈവം തന്ന മറുപടിയായത്. ആനന്ദൻ ഭാർഗവിക്ക് നേരെ തിരിഞ്ഞു. അമ്മേ, അമ്മ ആഗ്രഹിച്ച പോലെ ഒരു പേരക്കുട്ടി വരാൻ പോകുന്നു. അമ്മയ്ക്ക് സന്തോഷമായില്ലേ? അവന്റെ ചോദ്യം കേട്ടത് അവരൻ ചിരിക്കാൻ ശ്രമിച്ചു. പിന്നീട് ആ നോട്ടം ചെന്ന് നിന്ന ലച്ചുവിന്റെ മുഖത്തേക്കാണ്. സന്തോഷം അഭിനയിക്കാൻ പോലും കഴിയാത്ത വിധം അവളുടെ മുഖം വിളറിയിരുന്നു. കേശവൻ ആനന്ദൻ ആ സന്തോഷത്തിൽ മുഴുകിയപ്പോൾ ലച്ചു പതുക്കെ ഭാർഗവിയെ കണ്ണുകാട്ടി മുറിയിലേക്ക് വിളിച്ചു. അകത്തേക്ക് കയറി വാതിലടച്ചോ ലച്ചുവിന്റെ മുഖത്തെ ഭാവം മാറി. അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു പക നിറഞ്ഞു. അമ്മ കണ്ടോ, ഞാൻ പേടിച്ചതിനെ സംഭവിച്ചു.
ഇത്രയും കാലം ഇല്ലാതെ നിന്നിട്ട് ഇപ്പൊ കൃത്യം എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്കിത് വേണമായിരുന്നു. ലച്ചു കട്ടില്ല ആഞ്ഞു തള്ളിക്കൊണ്ട് പറഞ്ഞു. നീ ഇങ്ങനെ കിടന്ന് തുള്ളല്ലേ മോനെ, എന്തായാലും അവൾ ഗർഭിണിയായി പോയില്ലേ, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ഭാർഗവി ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. പറ്റൂ അമ്മേ, ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരാൻ പാടില്ല. ഈ തറവാടിന്റെ അടുത്ത അവകാശം എന്റെ കുഞ്ഞായിരിക്കണം. അത് മാറ്റാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ലച്ചുവിന്റെ വാക്കുകളിലെ ക്രൂരത കണ്ട് ഭാർഗവി എന്ന് വിറച്ചു. മോളെ, അതൊക്കെ വലിയ പാപല്ലേ? അനന്തൻ അറിഞ്ഞാൽ നമ്മളെ കൊന്നുകളയും. അനന്തേട്ട് അറിയില്ല അമ്മേ, ഒരു സാധാരണ അപോർഷം പോലെ ഇതും നടന്നോളൂ. എനിക്കറിയുന്ന ഒരാളുണ്ട്, ആളൊരു നാട്ടുവൈദ്യനാ. ഞാനൊരു സഹായം ചോദിച്ചാൽ അയാൾക്ക് ചെയ്തയക്കാനാവില്ല. അവർ തരുന്ന മരുന്ന് അമ്മ ഏതെങ്കിലും ജ്യൂസിലോ അല്ലെങ്കിൽ പാലിലോ ചേർത്താൽ മതി. ലച്ചു തന്നെ പ്ലാൻ വിവരിക്കുമ്പോൾ ഭാർഗവിയുടെ ഉള്ളിൽ ആദ്യം ഭയം തോന്നിയെങ്കിലും മകളോടുള്ള സ്നേഹം കൂടുതൽ ആ ഭയത്തെ കീഴ്പ്പെടുത്തി. അല്ല മോളെ, അങ്ങനെ കൊടുത്താൽ അവരെന്നെ സംശയിക്കില്ലേ? അമ്മ നേരിട്ട് കൊടുക്കണ്ട, അവൾ എന്തായാലും എന്തെങ്കിലും ഉണ്ടാക്കാൻ വരില്ലേ? ആ സമയം അവളൊന്ന് മാറ്റിയ ശേഷം അതിൽ ചേർത്താൽ മതി. അവളുടെ വാക്കുകൾ കേട്ടത് അതിനൊന്ന് തലയാട്ടി ഭാർഗവി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.